ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വിഷു വ്ളോഗ് ഇടാൻ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ടോ കേട്ടോ. അപ്പം നിങ്ങളെ വിഷു ആഘോഷമൊക്കെ എങ്ങനെയായിരുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അമ്മ ഇങ്ങനെ തുളസിയൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചക്ക ഉണ്ടല്ലോ, ചക്കയൊക്കെ ഒന്ന് അടർത്തി എടുക്കുകയാണ് കണി വയ്ക്കാൻ വേണ്ടി. ഇത് വിഷുവിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ് കേട്ടോ. അങ്ങനെ അമ്മ നല്ലൊരു കുഞ്ഞു ചക്കയാണല്ലോ നമ്മൾ വിഷുവിന് വയ്ക്കേണ്ടത്. അങ്ങനെ സെറ്റ് ചെയ്ത് ഇതിപ്പോൾ അന്ന് രാത്രിയിലത്തെ കലാപരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിഷുവിന് ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ മഞ്ഞ കളറ് കണിക്കൊന്ന മോഡൽ പൂവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലത്തെ LED ലൈറ്റും ഇങ്ങനത്തെ മേരി ഗോൾഡിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ഈ സംഭവമൊക്കെ വാങ്ങിച്ചു വെച്ചു. അങ്ങനെ അമ്മ ഫ്രൂട്ട്സ് എല്ലാം കഴുകി എടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ വാങ്ങിച്ച ഫ്രൂട്ട്സാണ്, എന്നിരുന്നാലും വിഷുവിന് വയ്ക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. മലക്കറി ആയാലും ഫ്രൂട്ട്സുകളായാലും അമ്മ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ കണി വയ്ക്കുന്നതാണല്ലോ വിളക്കിൻ്റെ മുന്നിൽ, അതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നതാണ്. പിന്നെ നമ്മളുടെ ചാനലൊരു 3-4 കൊല്ലം മുമ്പുള്ളൊരു വിഷുവിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കും. അത് ഞാനിവിടെ ഐക്കാട്ടി കൊടുത്തേക്കാവേ. അങ്ങനെ അമ്മ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും തണ്ണിമത്തനും അതുപോലെ തന്നെ പൂർത്തിച്ചക്കി ഇതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെയാണ് കേട്ടോ കണി വയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സംഭവമൊക്കെ ഒന്ന് ഒതുക്കി ഒരു മേശയുടെ പുറത്ത് ആണ് നമ്മൾ കണി വയ്ക്കുന്നത്. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ഒരു ആർച്ചും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അമ്മ മേശപ്പുറത്ത് നേരിയത് വിരിച്ചതിന് ശേഷം കൃഷ്ണ വിഗ്രഹത്തിനെയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആർച്ച് കൊടുത്തേക്കുന്നത് ഫ്ലവർ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ആർച്ച് നല്ല സംഭവമാണ്, നമുക്ക് ഏതൊരു ഫംഗ്ഷൻ ആയാലും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ, ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ. പിന്നെ അമ്മ കെട്ടിയ മാലയൊക്കെ, തുളസി മാലയൊക്കെ കൃഷ്ണന് ചാർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കണിക്ക് വയ്ക്കുന്ന ഓരോരോ ഐറ്റംസ് അമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റിലെ തന്നെ അമ്മ നിലവിളക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓട്ടുരുളി, ഒരു ചെറിയ ഓട്ടുരുളിയാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മളിങ്ങനെ അരിയിട്ട്, പിന്നെ നമ്മൾ സാധാരണ കണിക്ക് വയ്ക്കുമ്പോൾ ചക്ക, നല്ലൊരു പഴുത്ത മാങ്ങ, വെള്ളരി ഉണ്ടല്ലോ, വെള്ളരി, മത്തനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചില ഐറ്റംസ് നമ്മൾ പിന്നെ കുറച്ച് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരിടത്ത് വച്ചെങ്കിലും പിന്നെ അത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ ഉരുളിയിലായിട്ട് നമ്മൾ പപ്പായയും തണ്ണിമത്തനും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ വെജിറ്റബിൾസും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കത്തിരിക്ക, ക്യാരറ്റ്, പച്ചമാങ്ങ, വെള്ളരി, വെണ്ടയ്ക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. പിന്നെ തട്ടത്തിലായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സും ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ആപ്പിള്, പേരയ്ക്ക, മാതളം, ഓറഞ്ച്, അതുപോലെ തന്നെ മുന്തിരിങ്ങ, പിന്നെ ഒരു നാരങ്ങയും പഴമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കശുമാങ്ങ ഉണ്ടല്ലോ, കശുമാങ്ങയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആയാലും വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ വയ്ക്കാൻ പോകുന്നത് സെറ്റ് മുണ്ടാണ് കേട്ടോ. അങ്ങനെ ഒരു തട്ടത്തിൽ സെറ്റ് മുണ്ട് വെച്ചു, അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെറ്റയും പാക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെറ്റയും പാക്കും വെച്ച്, പിന്നെ തേങ്ങ ഉടച്ച് നമ്മൾ ഈ ഫ്രൂട്ട്സ് തന്നെ ഇങ്ങനെ രണ്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തിരിയുടയാടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാൽക്കണ്ണാടിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ തക്കാളിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടു. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മളേതായ രീതിക്ക് നല്ല ഭംഗിയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ ഇക്കൊല്ലം നമുക്ക് വിഷു വന്നിട്ടുണ്ടായിരുന്നത് മേടം 2-നാണ്. സാധാരണ മേടം 1-നാണ് നമുക്ക് 1-ാം തീയതി വിഷു ഒക്കെ വരുന്നത്. ഇപ്രാവശ്യം വിഷു വന്നിട്ടുണ്ടായിരുന്നത് മേടം 2-ാം തീയതി ആയിരുന്നു. പിന്നെ തട്ടത്തിൽ നമ്മൾ പൈസയും സ്വർണ്ണവളയും ചില്ലറ തുട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ വിഷുവിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള, നമ്മളിനി എത്ര പ്ലാസ്റ്റിക് പൂ വെച്ചാലും ഒറിജിനൽ പൂവിൻ്റെ ഒരു ഭംഗി വരത്തില്ലല്ലോ. ഭംഗിക്ക് മാത്രമല്ല, നമ്മളെ കണിയെന്ന് പറയുന്നത് കണിക്കൊന്നും ഇല്ലാത്ത എന്ത് കണിയല്ലേ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു തട്ടത്തിൽ നടുക്കിങ്ങനെ പൂക്കളൊക്കെ വെച്ച് 4 ചുറ്റും ഇടിഞ്ഞിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നിലവിളക്കിലായാലും നമ്മളിങ്ങനെ ഹാരമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുല്ലമൊട്ടും തുളസിയും കൂടെ കൊണ്ട ഹാരം, പിന്നെ ഒരു കുഞ്ഞു കൃഷ്ണനെ, അതോടൊപ്പം ഒരു കുഞ്ഞു വെണ്ണക്കുടവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ നമ്മൾ ഇതുപോലെ പൂക്കളൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ തൊട്ട് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇതുപോലെ നമ്മളുടെ മാരിഗോൾഡും കണിക്കൊന്നര മോഡലുള്ള മഞ്ഞ കളർ പൂവൊക്കെ വെച്ച് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കൃഷ്ണൻ്റെ 4 ചുറ്റും നമ്മൾ ഇതുപോലത്തെ ഫ്ലവർ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഫ്ലവറും അല്ലാതെ ഒറിജിനൽ പൂക്കളും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ വിഷുവിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണി ഒരുക്കിയത്. അപ്പോൾ നമ്മൾ കണി ഒരുക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ വിഷു കണിയൊക്കെ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പോയി കണി കണ്ടിട്ട് വന്നാലോ? വായു, നമുക്ക് ഒത്തു കണി കാണാം കേട്ടോ.
വിവേകവിചിത്രാംഗം ചിത്രമാല വിഭൂഷിതം കാമരൂപധരം ദേവം ഹൃദയാനന്ദം മാതൃകീ പരിവേഷിതം ഭക്തപ്രിയം മധോന്നതം വന്ദേകം ഗണനായകം സർവവിഘ്നകരം ദേവം സർവവിഘ്നവിവർജിതവസിദ്ധിപ്രദാനം വന്ദേകം. അങ്ങനെ കണിയും കണ്ട് കൈനീട്ടമൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. പിന്നെ അമ്മ രാവിലെ തന്നെ റെഡിയായി ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ. എനിക്കിപ്പോൾ 8 കഴിഞ്ഞുകൊണ്ട് എനിക്കങ്ങനെ അമ്പലത്തിലൊന്നും പൊയ്ക്കൂടല്ലോ. പിന്നെ അമ്മ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നിലവിളക്ക് അണയ്ക്കാൻ പോകുന്നത്. നമ്മൾ 5 തിരിയിട്ടായിരുന്നു രാവിലെ നിലവിളക്ക് കത്തിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നിലവിളക്കൊക്കെ എല്ലാം ഒന്ന് അനക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പടുക്ക വെച്ചതും നിലവിളക്കും കൃഷ്ണയൊക്കെ ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ അനക്കി കൊടുക്കും കേട്ടോ, കാരണം നമ്മൾ വിളക്ക് അണച്ചല്ലോ. അപ്പോൾ നമ്മൾ ഈ പടുക്കൊക്കെ എടുക്കുന്ന രീതിയിൽ നമ്മളെല്ലാം ഒന്ന് അനക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് കേട്ടോ, ഇപ്പോൾ എത്രയൊക്കെ ഫ്രൂട്ട്സ് വീട്ടിലിരുന്നാലും അങ്ങനെ കഴിക്കാൻ തോന്നാറില്ല. പക്ഷേ ഈ വിഷുക്കണി വെക്കുന്ന ടൈമിൽ എനിക്ക് അതിൽ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാൻ ഭയങ്കര ഒരു ത്വരയാണ് കേട്ടോ. എന്നെപ്പോലെ ആരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കെന്തോ ഈ വിഷു വയ്ക്കുന്ന ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അതിലിരുന്ന് കുറച്ച് മുന്തിരിയും എല്ലാം ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ നല്ല കോട്ടൂക്കണം മാങ്ങയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പടുക്കയ്ക്ക് വെച്ചിരുന്ന ഈ പഴം, എനിക്ക് ഈ രസകഥകളി പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു പഴവും കഴിക്കാറില്ല. പിന്നെ ഒരു സിബപ്പിൻ്റെ ഒരു പാതി ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കാറില്ല. എന്നാലും കൊതി തോന്നുമ്പോൾ ഇതുപോലെ ശകലമൊക്കെ ഒന്ന് കഴിക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ ഇവിടുത്തെ പായസം വന്നിട്ട് ബ്രഹ്മസലിയ പായസമാണ് കേട്ടോ. അങ്ങനെ അമ്മ പായസം വയ്ക്കാനുള്ള ഒരുക്കങ്ങളാണ്. അങ്ങനെ പായസമൊക്കെ ഇവിടെ വെച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇത്തിരി സ്പെഷ്യലായിട്ടുള്ള വിഷു ആണ് കേട്ടോ ഈ കൊല്ലത്തെ വിഷു. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കവേ ഉള്ള എൻ്റെ ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ തന്നെ അമ്മ എനിക്ക് അതിൽ നിന്ന് പായസം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു പായസം കുടിച്ചിരുന്നപ്പോൾ അനീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അനീഷേട്ടൻ രാവിലെ വന്ന എല്ലാവർക്കും വിഷു കൈനീട്ടമൊക്കെ തന്നിട്ടാണ് പോയിരുന്നത്. ഉച്ചയ്ക്ക് അനീഷേട്ടൻ വന്ന ടൈമിൽ എനിക്കിതാ ഈ ഒരു വിഷു കൈനീട്ടം കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത്, ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അച്ചാർ, സാമ്പാർ, അവിയൽ, കിച്ചടി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. ഭയങ്കര വലിയ സദ്യയൊന്നും അല്ലായിരുന്നു. സാധാരണ വിഷുവിന് മുട്ട അങ്ങനെയൊന്നും കഴിക്കാറില്ല, പക്ഷെ ഞാൻ മുട്ട പൊരിച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഇന്ന് പായസം കുടിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി പായസം കുടിച്ചായിരുന്നു. എനിക്കിങ്ങനെ പായസവും മധുരമൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല, പക്ഷേ എന്നാലും ഇന്ന് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ട്. ഈവനിങ് അമ്മ പുറത്ത് പോയിട്ട് വന്നപ്പോൾ എനിക്ക് നല്ല ബജ്ജി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. മുളക് ബജ്ജിയാണ് കേട്ടോ. പക്ഷേ ഈ മുളകിന് അങ്ങനെ എരിയൊന്നുമില്ല. എനിക്ക് ഈ ബജ്ജി ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ബജ്ജിയും കഴിച്ച് പിന്നെ അമ്മ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ വിഷു കണിയൊക്കെ നമ്മൾ ഇനിയും അഴിച്ചു മാറ്റാൻ പോവുകയാണ്. കാരണം രാവിലെ കണി കണ്ടല്ലോ. അപ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടോ. കാരണം നല്ല രസമായിരുന്നു ആ ഒരു ഭാഗം കാണാൻ വേണ്ടി. കൃഷ്ണനെയൊക്കെ നല്ല ഭംഗിയിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരുക്കിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഴിച്ചു മാറ്റുന്ന കണ്ടപ്പോൾ എനിക്കെന്തോ ഒരുപാട് സങ്കടമായി. ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വച്ചിരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും എല്ലാം ഒക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുകയാണ്. കാരണം ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കൊല്ലവും ഇതുപോലത്തുള്ള നല്ല നല്ല ആഘോഷങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാമല്ലോ. നല്ലൊരു ഭംഗിയാണല്ലോ കാണാനും. അങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ഒതുക്കി റെഡിയാക്കി. ആ ടൈമിൽ അപ്പുറത്ത് അമ്മൂമ്മ വിളിച്ച് നമുക്ക് ശരിക്ക് കാരയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നിലവിളക്ക് കത്തിക്കാൻ സമയമായി. അങ്ങനെ അമ്മ നിലവിളക്ക് കൊളുത്താൻ പോവുകയാണ്. ശരണേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിവം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം.
നീ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അങ്ങനെ അമ്മ കാരക്കൊക്കെ കഴുകി ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ ഇങ്ങനെ പോന്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഉപ്പിലിടാൻ വേണ്ടി. അപ്പോൾ എന്നോട് പറഞ്ഞ് എത്തി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനാണ് ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കത്തെ കറികൾ തന്നെയാണ്: സാമ്പാർ, കിച്ചടി, അച്ചാർ, അതുപോലെ തന്നെ അവിയൽ, പിന്നെ ഈ ഫ്രൈയും കൂടെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വിഷുവിൽ ഇങ്ങനെ മീനോ മുട്ടയോ ഒന്നും വയ്ക്കണതല്ല, പിന്നെ എനിക്ക് ഇങ്ങനെ വേണമെന്നുള്ളതുകൊണ്ട് അമ്മ തന്നതാണ് കേട്ടോ. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ വിഷുവിൻ്റെ ഫോട്ടോസ് ഒന്ന് പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ വിഷുവിന് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി എൻ്റെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ആയിട്ടുണ്ട്, കാണാത്തതുകൊണ്ടേ കണ്ടു നോക്കും. ഞാനിവിടെ ഐക്കാട്ടി കൊടുത്തേക്കാം. അവൻ ഞാൻ 2 ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് പായസമൊക്കെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരുപാട് തവണ പായസം കുടിച്ചായിരുന്നു കേട്ടോ. പിന്നെ അമ്മ പിന്നെ എനിക്ക് മാങ്ങ അരിഞ്ഞുകൊണ്ട് തന്നു കേട്ടോ. ഇവിടെ മാങ്ങയ്ക്ക് ഒരു ക്ഷാമമില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ വ്ളോഗിൽ, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിൽ ശരിക്കും മാങ്ങയുണ്ട്. അവരതുകൊണ്ട് ശരിക്കും മാങ്ങ തരും, പച്ചയായിട്ടും പഴുത്ത മാങ്ങയായിട്ടും. മാങ്ങയ്ക്ക് ഒരു ക്ഷാമമില്ല. അത് മാത്രമല്ല, അമ്മ കണിക്ക് വേണ്ടി മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനീഷായിട്ട് വന്ന ടൈമിൽ എനിക്കിങ്ങനെ ഉപ്പിട്ട മാങ്ങ, ക്യാരറ്റും നെല്ലിക്കയും പേരയ്ക്കൊക്കെ അടങ്ങിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് BP നല്ല ലോ ആണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് കഴിക്കാം. ഇത് സാധാരണ കടയിൽ നിന്ന് ഇങ്ങനെ കഴിക്കാറില്ല. ഇത് ഒരാൾ വീട്ടിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് അനീഷേട്ട് അവിടെ നിന്ന് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നതാണ് കേട്ടോ. കണ്ടോ, അടുത്ത ആൻറ്റി പിന്നെ എനിക്ക് കുറച്ച് മാങ്ങ തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മാങ്ങയ്ക്ക് ഒരു ക്ഷാമമില്ല. അപ്പോൾ ഇത്രയുള്ള ഗായ്സ്, എൻ്റെ ഒരു കുട്ടി വിഷു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വിഷു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മളെ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ഒരു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഈ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.